പാസ്റ്റിൽ നമുക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്ത സമയത്ത് പാസ്റ്റിൽ നമ്മൾ തോറ്റുപോയിട്ടുണ്ട് അല്ലെ? ആ തോറ്റുപോയ സിറ്റുവേഷൻസ് കറയായിട്ടും വിഷമമായിട്ടും വേദനയായിട്ടും ഒക്കെയാണ് പല ആൾക്കാരും നെഞ്ചിൽ ഹോൾഡ് ചെയ്യുന്നത്. എന്നാൽ അത് അങ്ങനെ ഹോൾഡ് ചെയ്യേണ്ട ഫാക്ടർ അല്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് അവിടെ നിന്നുള്ള അറിവുകൾ ശേഖരിക്കലാണ്. ഒരു തിരുത്തലിന് വേണ്ടി എന്തുകൊണ്ടാണെന്ന് പരാജയപ്പെട്ടത്, എന്തുകൊണ്ടാണെന്ന് വിജയിച്ചത് എന്നത് കണ്ടെത്താനുള്ള ഒരു ഇൻസിഡന്റ്, ഒരു ഡേറ്റ, ഒരു ഇൻഫർമേഷൻ മാത്രമായിട്ട് ആ എക്സ്പീരിയൻസിന് എടുക്കാവൂ. മാനസികമായോ വൈകാരികമായോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഫ്യൂച്ചർ ഫാമർ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ഫ്യൂച്ചർ ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ തീർച്ചയായിട്ടും ആ ഫ്യൂച്ചറിൽ തീരുമാനം എടുക്കുമ്പോൾ പാസ്റ്റിൽ നിന്നുള്ള ഒരുപാട് അനുഭവങ്ങളും പാസ്റ്റിൽ നിന്ന് കിട്ടിയ ഒരുപാട് ലേണിങ്സും ഒരുപാട് ഡേറ്റയും ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റും. ഇത് കളക്ട് ചെയ്യുന്ന വഴി അവന് ഇന്നത്തെ ദിവസത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയും. യു ഗോട്ട് ഇറ്റ്? അതായത് ഫ്യൂച്ചറിന് വേണ്ടി ആ ഒരു തീരുമാനം എടുത്താൽ പഴയ അനുഭവത്തിൽ നിന്നുള്ള ഡേറ്റ എടുത്തുകൊണ്ട് ഇന്ന് എടുക്കേണ്ട ആക്ഷൻ എടുക്കാൻ കഴിയും. ഇന്ന് ആക്ഷൻ എടുക്കുന്നവന് നാളെ എന്ത് സംഭവിക്കും എന്നത് പ്രഡിക്റ്റബിൾ ആയിരിക്കും, അവനത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് when the future is clear, ഭാവി എന്താണെന്ന് വ്യക്തമാണെങ്കിൽ the past makes sense. പാസ്റ്റിൽ നിന്നും അവിടെ നിന്ന് ഒരുപാട് സെൻസ് കിട്ടും, ഒരുപാട് കോമൺ സെൻസ് അറിവുകൾ നമുക്ക് ലഭിക്കും. the present become conscious. നമ്മുടെ ഇന്നത്തെ പ്രസന്റ് നമ്മൾ കോൺഷ്യസ് ആയി, മനഃപൂർവ്വമായി, ബോധത്തോടു കൂടി തന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദ path ahead becomes clear. മുൻപോട്ടുള്ള വഴി നമുക്ക് വളരെ ഓപ്പൺ ആയി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് പാസ്റ്റിൽ നിന്നുള്ള അനുഭവങ്ങളിലെ ലേണിംഗ് അല്ലെങ്കിൽ അതിൽ നിന്നും പഠിച്ച പാഠങ്ങൾ എടുക്കുക, ഭാവിയിൽ എന്താണ് നേടേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് തീരുമാനിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ട പണി വൃത്തിയായിട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണെന്നും മനസ്സിലാക്കുക. ഇഫ് യു ആർ ക്ലിയർ വിത്ത് ദിസ്, ഇത് ക്ലിയർ ആണെങ്കിൽ ഐ കൺട്രോൾ മൈ ഫ്യൂച്ചർ എന്ന് നേരത്തെ കമന്റ് ചെയ്ത് ഒന്ന് മനസ്സിൽ പറഞ്ഞേക്കുക. ഐ വിൽ കൺട്രോൾ മൈ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഐ വിൽ ട്രാൻസ്ഫോം മൈ ഫ്യൂച്ചർ എന്ന് ഒരിക്കൽ കൂടി മനസ്സിലൊന്ന് പറഞ്ഞേക്കുക.